എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയാണ് ഈ വെസ്ട്രോസിൽ നടക്കുന്നത്. എൻ്റെ പൊന്നെ, ഇത് കണ്ടതിന് ശേഷം ഒന്ന് കുമ്പസാരിക്കേണ്ടി വരുമല്ലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. ഓഫ് മൈ ഗോഡ് മാൻ, ഇറ്റ്സ് ടു മച്ച്. ഓക്കെ, പുതിയ എപ്പിസോഡ് വന്നു ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൈ ഗോഡ് മാൻ, ലൈക്ക് ഇറ്റ്സ് വളരെ ഇമ്മോറൽ, വളരെ ഇങ്ങനത്തെ ഒരു തിങ്കിങ് ഉള്ള ഒരു റൈറ്റർ ജോർജ് ആർ മാർട്ടിനെ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഇത് ഇങ്ങനത്തെ ഒരു സീരീസ് ഞാൻ കാണുന്നുണ്ടെന്ന് നാട്ടുകാരോട് പറയാൻ പോലും നമുക്ക് ഒരു ഒരു ലജ്ജ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സീരീസ് നടക്കുന്നത്. വളരെ ഇമ്മോറൽ ആയിട്ടുള്ള ഒരു തിങ്കിങ്ങും. ഈ ഒരു ചെക്കൻ, അവൻ തുടക്കത്തിലേ ഇങ്ങനത്തെ ഒരു അസുഖമുണ്ട്, എന്നിട്ട് ഇത് അവൻ അത്രയൊക്കെ ആലോചിച്ചു കൂട്ടി. അതൊക്കെ കാണുമ്പോൾ തന്നെ ലൈക്ക് കാരണം ബ്രദറും അതൊക്കെ അപ്പോൾ ആൾക്കാർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ ആൾക്കാർക്ക് ശരിക്കും ഒന്ന് കൊണ്ട് ഇങ്ങനൊരു ബന്ധം അത് ശരിക്കും ആൾക്കാരെ ഒന്ന് ചൊടിപ്പിച്ച് അത്രയും വേണ്ടായിരുന്നു. അപ്പൊ അതെന്താണ്, മറ്റേത് ഓക്കെയാണ്, അപ്പൊ ഇത് ഓക്കെ അല്ല, അതെന്താ അങ്ങനെ? ഒന്നും ഓക്കെ അല്ല, അതാണ് ശരിക്കുള്ള കാര്യം. ഒന്നും ഓക്കെ അല്ല. ഇവന്മാര് പണ്ടേ ഇങ്ങനത്തെ പരിപാടി ഉണ്ട്. വെള്ളമുടിയുള്ളവന്മാര് മെയിൻ പരിപാടി ഇതാണ്. ഡ്രാഗണും ഈ പരിപാടി, ഇതാണ് നമ്മളുടെ മെയിൻ പരിപാടികൾ. ബട്ട് റിയലി അതിൽ നിന്നങ്ങാട് എങ്ങനെയാണ് തിങ്കിങ്ങിന് പോകുന്നതെന്ന്, അവന്റെ തിങ്കിങ് എങ്ങനെ പോകുന്നതെന്ന് തിങ്ക് ചെയ്യാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല എന്നുള്ള കാര്യമാണ്. അവന്റെ ചിന്ത പോലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അന്തമാതിരി ആണ് അവൻ ചെയ്തു വെച്ചേക്കുന്നത്. ആൻഡ് ഓക്കെ, അതിൽ നിന്ന് നമുക്ക് അത് അങ്ങനെ മാറാൻ പറ്റില്ല. എലഫന്റിന്റെ റൂം എന്നൊക്കെ പറഞ്ഞ പോലെ അതിൽ നിന്ന് ഞങ്ങൾ വേറിട്ട് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാണിച്ചു വെച്ചേക്കുന്നത്. നമ്മുടെ അമദൻ സുനി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കൊറലിസ് വെലോറിയന്റെ കാര്യം എന്തായിരുന്നു. കൊറലിസ് വെലോറിയൻ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഹൈ ടവറിന്റെ എതിരെ എന്നല്ല കൂടെ വരും. അയാൾ ഇത്ര നാളെ എതിരെ ആയിരുന്നു. ബട്ട് അയാൾക്ക് ഇപ്പം ക്വീനോട് കുറച്ച് പ്രശ്നമുണ്ട്, മക്കളൊന്നും മര്യാദക്ക് പേര് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അയാൾ എന്തായാലും തിരിയും. എന്തായാലും അയാളുടെ വിരല് ഒടിച്ച് പാഴ്സലാക്കി മോനെ കൊടുത്ത കാരണം എന്തായാലും ഓബ്വിയസ് ആയിട്ടും 2 ദിവസം കഴിയുമ്പോൾ അയാളുടെ കാര്യം ഒരു തീരുമാനവും. പിന്നെ നമ്മുടെ റെയിനെ പിടികിട്ടി. നമ്മുടെ ഷീപ്പ് സ്റ്റീലറിനെയും പിടിച്ച് ഷീപ്പ് സ്റ്റീലർ എല്ലാവരും കൂടി കഷ്ടപ്പെടുത്തിയത് അത്ര ശരിയായില്ല. പുള്ളി ചെയ്ത് ചെത്തരമാണെങ്കിലും എല്ലാവരും കൂടി ഇങ്ങോട്ട് ചുറ്റിയിട്ട് ആക്രമിക്കുന്ന പരിപാടിയിലോട് എനിക്ക് ഒരു പുറത്തൊക്കെ ലൈക്ക് ഐ ഡോണ്ട് അഗ്രി വിത്ത് ദിസ്. ബട്ട് പാവം പോയി, എന്നാലും കുറെ പേരെ കൊന്നതല്ലേ, വെറുതെ ഒരു കാര്യമില്ലാതെ അനുഭവിക്കട്ടെ. പിന്നെ റേനയും പിടിച്ചു. അതോടെ തന്നെ നമ്മുടെ റായിനിക്ക് വലിയ ഡേമനോട് ഉള്ള ഇഷ്ടമെല്ലാം പോയി കിട്ടി. ഡേമൺ എന്നെ ചതിച്ചില്ല, അവൻ്റെ മോളെ ഇതേക്കാൻ വേണ്ടിയാന്നൊക്കെ പറഞ്ഞ് മെയ്ഡിനോട് പോയി പറയണം. ലൈക്ക് മെയ്ഡിനെ പറയേണ്ട വല്ല കാര്യമുണ്ട്? ലൈക്ക് ഓക്കെ, നമ്മൾ തമ്മിൽ അങ്ങനെ കോൺവെർസേഷൻ നടന്ന്, അപ്പൊ നീ പറഞ്ഞത് ശരിയായിരുന്നു, എന്നാലും നിന്റെ ചെറിയ വിയോജിപ്പ് എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങാട് ചെന്നിട്ട് അവസാനം എന്തായി, മെയ്ഡിനെ വെച്ചാൽ മെയ്ഡ് വളച്ച രണ്ടെന്നറിയില്ല, രണ്ടുപേരും തമ്മിൽ കത്രിക പരിപാടി തുടങ്ങി. സോ അതായിരുന്നു അവിടുത്തെ ഒരു എൻഡിങ്. ആ പെണ്ണും പിള്ളക്ക് ഈ പെണ്ണും പിള്ള ചവിട്ടി മോളി കയറാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഈ രാജാവിന്റെ കാര്യമായി കഷ്ടത്തിലാണ്. ബട്ട് അവസാനം എൻഡിങ്ങിൽ രാജാവ് ഒന്ന് തിളങ്ങി വന്ന് ആ ഒരു ചത്ത ഡ്രാഗൺ എങ്ങനെ വന്നെന്നാണ് ലോജിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. ബട്ട് ചത്ത ഡ്രാഗൺ തിരിച്ചു വന്ന് എല്ലാത്തിനും അങ്ങോട്ട് പൂശി. ഓബ്വിയസ്ലി ഇയാൾ ഇന്ന് ചാകുന്ന നാളെ ചാകുന്ന വിചാരിച്ചിരിക്കണേന്ന് ഈ രാജാവ്. ബട്ട് ഈ രാജാവ് ചത്തട്ടില്ല, ഇനി ചാവയില്ല മിക്കവാറും. അൾട്ടിമേറ്റ് പവർ തിരിച്ചു കിട്ടിയൊക്കെയാണ്. ഇനി ഒരു ഗുണമില്ലാത്ത രാജാവ് എന്തെങ്കിലും ഗുണം കാണിക്കാൻ പോവുകയാണ്. പിന്നെ ഒരു ഗുണമില്ലാത്ത വേറൊരു വെളുത്ത റാണി ഹെലേന, അതിന് സ്വപ്നങ്ങൾ കാണാറുണ്ട്. അതിന്റെ കാര്യം എന്താവുമെന്ന് വലിയ പേടിയൊന്നുമില്ല. മറ്റേവൻ ഒന്നുമില്ലാത്ത ഒരു ബ്രദർ, ലൈക്ക് ഹൈറ്റവർ ബ്രദർ മാക്സിമം കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരെയും സോപ്പിട്ട് ഇപ്പതേ കൂടെ ഡ്രാഗൺ ഉള്ള ഒരുത്തനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഹോർസ് വെലോറിയനെയും സോപ്പിട്ട് അങ്ങനെ ആലായി കൂട്ടിക്കൊണ്ട് തന്നെയാണ് പുള്ളി. അവന് കുറെ ടൈം എടുക്കും, കാരണം അവന് വലിയ പവറൊന്നുമില്ല. പവറൊക്കെ ആ ചെക്കൻ്റെ ആ മോനാണെങ്കിൽ വലിയ താല്പര്യമില്ല. അപ്പോൾ ഓവറോൾ കുഴഞ്ഞു പിഴിഞ്ഞ് കിടക്കുകയാണ്. ഒരു കുഴഞ്ഞു പിഴിഞ്ഞ എപ്പിസോഡായിരുന്നു ഈ പ്രാവശ്യം വന്നത്.
അടുത്ത ആഴ്ച ഒരു നല്ല എപ്പിസോഡ് വരുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ആഴ്ച ഇപ്പോഴത്തെ എപ്പിസോഡിന് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഓബ്വിയസ്ലി ആ ഒരു സംഭവം ഒഴിച്ച് അതൊരു വലിയൊരു നെറ്റിക്കൽ സംഭവമായിരുന്നു. അത് ഈ പ്രാവശ്യം അവൻ ഇങ്ങനെ ചിന്തിക്കണേ അടുത്ത പ്രാവശ്യം എന്ത് ചിന്തിക്കും എന്നുള്ളതാണ്. വട്ടെവർ. അപ്പോൾ ബാക്കി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നെക്സ്റ്റ് ആഴ്ച. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.